നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ ഞാനൊരു നാരായണീയ പാരായണമാണ് കാഴ്ചവെക്കുന്നത്. 8ാമത്തെ ദശകമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ ഒരു മഹാപ്രളയത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ബ്രഹ്മാവും എല്ലാവരും ചാതുർമാസ്യമായി ചതുർയുഗങ്ങളായിട്ട് ത്രേതായുഗം 4 യുഗങ്ങൾ കൂടിയ ഒരു രാത്രി, 4 യുഗങ്ങൾ കൂടിയാൽ ഒരു പകൽ, അങ്ങനെയുള്ള ഒരു ബ്രഹ്മവർഷം, ദിവ്യവർഷം. ആ ഒരു ദിവ്യവർഷത്തിൻ്റെ പരാർത്ഥം എന്ന് പറയുമ്പോൾ പകുതി കാലഘട്ടം, അർദ്ധം 50 സംവത്സരക്കാലം. ബ്രഹ്മവർഷമാണ് തപസ് പോലെ, യോഗനിദ്ര പോലെ, ചതുർയുഗങ്ങളും യോഗനിദ്ര പോലെ ഭഗവാൻ അങ്ങനെ പ്രളയ വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. ബ്രഹ്മാവ് ലയിച്ചു ചേർന്നു. അങ്ങനെയൊക്കെ ഇരിക്കുക. ഇപ്പോഴത്തെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവ് ഒരിക്കലും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഉദരത്തിൽ നിന്ന്, നാഭിയിൽ നിന്ന് ഉണ്ടായ ബ്രഹ്മാവേ അല്ല. നേരത്തെ അങ്ങനെ വന്ന് വിരാട് പുരുഷനിൽ ലയിച്ചിരിക്കുന്ന ഒരു ബ്രഹ്മാവാണ്. ഇപ്പോഴാണ് ഇനി ബ്രഹ്മാവ് ജനിക്കാൻ പോകുന്നത്. അപ്പോൾ കാലം എന്ന് പറയുന്ന ആ കാലശക്തിയോട് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്, ഞാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ഉറക്കമുണരാനായിട്ട്, അതുകൊണ്ട് കാലത്തിനോട് പറയുകയാണ്, കുറേ നാൾ കഴിഞ്ഞ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് ഉണർത്തണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ശയനത്തിനായിട്ട് പോകുന്നത്. അതനുസരിച്ച് കാലശക്തിയാകുന്ന യുവതി ഭഗവാനെ, വിരാട് പുരുഷനെ വിളിച്ച് ഉണർത്തുകയാണ്. അപ്പോൾ 8 ശ്ലോകങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് 9ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ പറയുന്നത് ജലമധ്യത്തിൽ, അതായത് ജലഗർഭശായിൻ എന്നാണ് പറഞ്ഞത്. ജലത്തിൻ്റെ ഗർഭത്തിൽ, ജലത്തിനുള്ളിൽ അങ്ങനെ ശയിച്ചുകൊണ്ടിരിക്കുന്ന ആ വിരാട് പുരുഷനെ, തന്നെ മഹാവിഷ്ണുവിനെ ഈ ജഗത്ത് മുഴുവൻ കാലശക്തി വിളിച്ചിട്ട് വിരാട് പുരുഷൻ അങ്ങ് ഉണരുമ്പോൾ, മഹാവിഷ്ണു ഉണരുമ്പോൾ ചുറ്റുമൊക്കെ നോക്കുമ്പോൾ കാണുന്നത് എന്താ? താനിങ്ങനെ പ്രളയത്തിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു. ആ ഉറക്കത്തിൽ ഒന്ന് സംഭവിച്ചു. ഈ കാണുന്ന സർവ്വ വസ്തുക്കളും, എല്ലാവിധ സൃഷ്ടികളും, ബ്രഹ്മാവ് സൃഷ്ടിച്ച ആ വസ്തുക്കളും സർവ്വതും തന്നിൽ തന്നെ ലയിച്ച് ചേർന്നിരിക്കുന്നു. ബ്രഹ്മാവും തന്നിൽ തന്നെ ലയിച്ച് ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ആകെ കൂടെ വിരാട് പുരുഷനും ഉണ്ട്, മഹാപ്രളയവും ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുകയാണ്, വിബുദ്ധചാത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വാവസൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു വിശ്വേശ ദദാത ദൃഷ്ടീം. എന്താ പറയുന്നത്? ഹേ ജലഗർഭശായിൻ, വിശ്വേശ്വ, ജലത്തിൽ അല്ലയോ ജലമധ്യത്തിൽ ഇങ്ങനെ പള്ളികുറുപ്പ് കൊള്ളുന്ന, ഉറങ്ങിക്കിടക്കുന്ന അല്ലയോ ലോകനാഥ വിശ്വേശ്വ, അങ്ങ് ത്വം വിബുദ്ധ്വാച, അങ്ങ് വിബുദ്ധ്വാച എന്ന് വെച്ചാൽ അങ്ങ് ഉറക്കത്തിൽ നിന്നും, നിന്തിരുവടി ആ യോഗനിദ്രയിൽ നിന്നും ഉണർന്ന് പ്രലീനാൻ വിലോക്യ, ഈ ലോകം മുഴുവൻ, ചുറ്റുമുള്ള ലോകം ഉറക്കത്തിൽ നിന്ന് കണ്ണും തിരുമ്മി എണീറ്റ് പരിസരമൊക്കെ ഒന്നങ്ങോട്ട് വീക്ഷിച്ചപ്പോൾ, ചുറ്റും നോക്കിയപ്പോൾ സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു, എന്താ ഈ പറയുന്ന സൂക്ഷ്മരൂപത്തിൽ തന്നെ തൻ്റെ ഉള്ളിലിരിക്കുന്ന, തന്നിലേക്ക് ലയിച്ചു ചേർന്നിരിക്കുന്ന ഒരുപാട് എല്ലാ വസ്തുക്കളും, അതുവരെ എന്തൊക്കെ ഉണ്ടോ ഈ ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ, ആ എല്ലാ വസ്തുക്കളും തന്നിലേക്ക് തന്നെ ലയിച്ച് തൻ്റെ സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന തേഷു ഏവ ദൃഷ്ടിം ദദാത, ആ വസ്തുക്കളിൽ തന്നെ നോക്കിയിരുന്നു, ദൃഷ്ടി പതിപ്പിച്ചു. തേഷു ഏവ ദൃഷ്ടി ദദാത,
തന്നിലേക്ക് തന്നെ ദൃഷ്ടി. ഭഗവാൻ ഉണർന്ന് ചുറ്റും നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. തന്നിലേക്ക് തന്നെ നോക്കിയപ്പോഴെന്തോ തൻ്റെ ഉള്ളിലാണ് എല്ലാ വസ്തുക്കളും ഒതുങ്ങിയിരിക്കുന്നത് എന്ന് കണ്ടു മനസ്സിലാക്കി. അപ്പോൾ ജലത്തിൻ്റെ മധ്യഭാഗത്ത് ഉറങ്ങിക്കിടക്കിയിരിക്കുന്ന ഭഗവാനെ കാലശക്തി വിളിച്ചുണർത്തിയപ്പോൾ നിന്ദ്രവടി യോഗനിദ്രയിൽ നിന്ന് പെട്ടെന്നങ്ങ് ഉണർന്നു. ഈ ജഗത്തു മുഴുവൻ തന്നിൽ വിലയം പ്രാപിച്ചതായിട്ടാണ് കണ്ടത്. ഒന്നും പുറമേ കാണാനില്ല, ഒക്കെ തന്നിൽ തന്നെ ലയിച്ചു ചേർന്നിരിക്കുക. അങ്ങനെ സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും അദ്ദേഹം അങ്ങ് നോക്കിക്കണ്ടു. ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കണം. പിബുദ്ധ്വചാത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വാവസൂക്ഷ്മാത്മദയാ നിജാന്ത സ്ഥിതേഷു വിശ്വേശ ദദാത ദൃഷ്ടീം. അങ്ങനെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്ന എല്ലാം തന്നിലേക്ക് തന്നെ ലയിച്ച് ചേർന്നിരിക്കുന്ന കണ്ടു. പരിഭാഷ രൂപത്തിൽ മലയാളത്തിൽ എന്താണ് ഈ ശ്ലോകം പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ജലമധ്യത്തിങ്കൽ പള്ളി കുറുപ്പു കൊണ്ടൊരാ ദേവൻ. ജലമധ്യത്തിങ്കൽ പള്ളിക്കുറുപ്പു കൊണ്ടൊരാ ദേവൻ യോഗ നിദ്ര വിട്ടു മെല്ലെ ഉണർന്ന നേരം. കാലശക്തി വിളിച്ചുണർത്തി ഭഗവാൻ ഉണർന്ന സമയത്ത് സൂക്ഷ്മരൂപഭാവം കൊണ്ടു തന്നിൽ ലയിച്ചു ചേർന്നൊരാ വസ്തുക്കളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചല്ലോ. സൂക്ഷ്മരൂപത്തിൽ തന്നിൽ ലയിച്ചിട്ടുള്ള ഈ ജഗത്തിനെ മുഴുവൻ എല്ലാ വസ്തുക്കളെയും കാണാനായിട്ട് ഭഗവാന് സാധിക്കുകയും ചെയ്തു. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. അടുത്ത ശ്ലോകം എന്ന് പറയുന്നത് 10ാമത്തെ ശ്ലോകമാണ്. തതസ്തദീയാദയിനാഭിരന്ധ്ര ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മൂളായമാനം. എന്താ പറയുക? തതസ്തുതീയാദയി അയി തതതുതീയാത്, അങ്ങനെയാണ് പദം വരിക്കുന്നത്. അയി എന്ന് പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ, തതസ്തുതീയാദയി അയ്യാണ് ആദ്യം പറഞ്ഞത്. അയ്യി അല്ലയോ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ. തഥ തുതീയാത് അങ്ങയുടെ ആ നാഭിരന്ധ്രം, അങ്ങയുടെ നിന്ദ്രപടിയുടെ ആ നാഭിരന്ധ്രത്തിൽ, നാഭി എന്ന് പറഞ്ഞാൽ പൊക്കിൾ കുടി, ആ പൊക്കിൾ കുടിയിൽ നിന്ന് നാഭിദ്വാരത്തിൽ നിന്ന് നാഭിരന്ധ്രാത് പൊക്കിൾ ദ്വാരത്തിൽ നിന്ന് നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം. അതിൽ തന്നിൽ ലയിച്ചിട്ടുള്ള എല്ലാ സമസ്ത പദാർത്ഥങ്ങളും ടെയും സൂക്ഷ്മരൂപത്തിലുള്ളതും, അതാണ് സംക്ഷേപരൂപം. സൂക്ഷ്മരൂപത്തിലുള്ളതും മുകുളായമാനം, മൊട്ടായി തീർന്നിട്ടുള്ളതും, നല്ലതുപോലെ അങ്ങനെ വിരിഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ മൊട്ടായി തീർന്നിട്ടുള്ളതും, കിഞ്ചന എന്ന് വെച്ചാൽ അവർണ്ണനീയമായ, വർണ്ണിക്കാൻ പോലും പറ്റാത്ത അത്ര മനോഹരമായ ദിവ്യപത്മം, അത്യത്ഭുതമായ ഒരു ദിവ്യപത്മം ഉദഞ്ചിതം ആവിർഭവിച്ചു. ഉദഞ്ചിതം ചൂണ്ടായി, അങ്ങനെ താമര ഉണ്ടായി. അപ്പോൾ ഭഗവാനെ അങ്ങ് ഈ ഉറങ്ങിക്കിടന്ന് തന്നിൽ ലയിച്ചിരിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, എല്ലാ വസ്തുക്കളുടെയും സൂക്ഷ്മരൂപത്തിലുള്ള ഓരോ ഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് തൻ്റെ ഉള്ളിലിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ദൃഷ്ടി ഉറപ്പിച്ചുള്ളൂ. അതിൽ നിന്ന് സമസ്ത പദാർത്ഥങ്ങളുടെയും സൂക്ഷ്മരൂപത്തിലുള്ള ഒരു മൊട്ടായിട്ടാണ് ജലത്തിൻ്റെ മുകളിലേക്ക് വർണ്ണിക്കാൻ പറ്റാത്ത അത്ര സൗന്ദര്യമുള്ളൊരു മൊട്ട്, അത്യത്ഭുതമായൊരു മൊട്ട്, ദിവ്യപത്മം, മനോഹരമായൊരു പത്മം എന്ന് വെച്ചാൽ ഒരു താമരപ്പൂ. ആദ്യം ഒരു താമരമൊട്ട് നാഭിയിൽ നിന്ന് അങ്ങ് പൊങ്ങി വന്നു. അപ്പോൾ ഈ ശ്ലോകം ഒന്നുകൂടെ പറയാം. അല്ലയോ ഗുരുവായൂരപ്പ, തൻ്റെ
ഉള്ളിലയിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും സൂക്ഷ്മ രൂപത്തിലും മനോഹരമായ രൂപത്തിലും ഉള്ള വസ്തുക്കളെല്ലാം കൂടി ചേർന്ന് നാഭിരന്ധ്രത്തിലൂടെ പൊക്കിൾക്കുടിയിലൂടെ ഒരു താമര മൊട്ടായിട്ട് ഇങ്ങോട്ട് ജലത്തിൻ്റെ മുകളിലേക്കായിട്ട് വന്നു. ഭഗവാൻ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടോ. പള്ളിക്കുറുപ്പ അവിടെ കിടന്നാണ് ഉറങ്ങിയിരുന്നത്. തത് സ്തുതീയാദയിനാഭിരന്ധ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. മുട്ടിൻ്റെ രൂപത്തിൽ താമരമുട്ടിൻ്റെ വിധത്തിൽ ഇങ്ങനെ പൊങ്ങി വന്നു. നമുക്കിതിൻ്റെ രൂപം ഒന്ന് വായിക്കാം, പരിഭാഷയൊന്ന് വായിക്കാം. അല്ലയോ ഗുരുവായൂർ വാഴും ദേവ ഭഗവാനേ, അല്ലയോ ഗുരുവായൂർ വാഴും ദേവ ഭഗവാനേ, അനന്തരം അവിടത്തെ നാഭിയിൽ നിന്നും അഗണ്യ പദാർത്ഥങ്ങൾക്ക് പ്രതീകമെന്നതുപോലെ, കണക്കൊന്നും കൂട്ടാൻ പറ്റില്ല, അഗണ്യമായ സൂക്ഷ്മരൂപത്തിലുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ ഒരുമിച്ച് സൂക്ഷ്മരൂപത്തിലായിട്ട് അദ്ഭുതമാം ദിവ്യപത്മം ആവിർഭവിച്ചു. അഗണ്യ പദാർത്ഥങ്ങളെല്ലാം കൂടി ഒരു പ്രതീകമായിട്ട് അങ്ങയുടെ നാഭിരന്ധ്രത്തിന് ഉള്ളിൽ കൂടി വെള്ളത്തിൻ്റെ മുകളിലേക്ക് മനോഹരമായ ഒരു താമര മൊട്ടായിട്ട് അങ്ങോട്ട് ഉയർന്നു വന്നു. അല്ലയോ ശ്രീ ഗുരുവായൂർ വാഴും ദേവാ ഭഗവാനേ, അനന്തരം അവിടത്തെ നാഭിയിൽ നിന്നും അഗണ്യ പദാർത്ഥങ്ങൾക്ക് പ്രതീകമെന്നതുപോലെ അദ്ഭുതമാം ദിവ്യപത്മം ആവിർഭവിച്ചു. ദിവ്യമായ ഒരു താമരപ്പൂ, ദിവ്യപത്മം താമരപ്പൂവ് ആവിർഭവിച്ചു, ഉണ്ടായി വന്നു. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. തദ്ദേതദംബോരുഹ കട്മളം തേ കളേഭരാതു തോയ പദേ പ്രരൂഢം ബഹിർനിരീതം പരിതാസ്ഫുരദ്ഭി സ്വാദാമഭിർദ്വാന്ദ്വമലം നിഗൃന്ദാത്. തദ്ദേതദംബോരുഹ കട്മളം, തത് ഏതത് അംബോരുഹ കട്മളം, ജഗത് കാരണം. തത് ഏതത്, അതായത് എന്താണോ കാരണമായത് ഈ അംബോരുഹ കട്മളം എന്ന് വെച്ചാൽ താമരമൊട്ട്, കട്മളം മൊട്ട്, തദേരുഹം കട്മളം എന്ന് പറഞ്ഞാൽ താമരമൊട്ട്, ജഗത്കാരണമായ ഈ താമരമൊട്ട്. അപ്പോൾ ഭൂമി തന്നെ ഉണ്ടാകാൻ, സൃഷ്ടി തന്നെ നടത്താൻ ഈ താമര വന്നതുകൊണ്ടാണ് ബ്രഹ്മാവ് ഉണ്ടായത്. ബ്രഹ്മാവാണ് സൃഷ്ടികർമ്മം ഉണ്ടാക്കുന്നത്. അപ്പം ജഗൽക്കാരണ ഭൂതനായിട്ടുള്ളത് ബ്രഹ്മാവ് ഉണ്ടായത് വിരാട് പുരുഷൻ്റെ നാഭിയിൽ നിന്നും ഉയർന്നു വന്ന എല്ലാവിധ സൂക്ഷ്മവസ്തുക്കളും കൂടിച്ചേർന്ന ഈ ദിവ്യപത്മത്തിൽ നിന്ന്. അതാണ് പറയുന്നത് ജഗൽക്കാരണമായിട്ടുള്ള ഈ താമരമൊട്ട് തേ കളേബരാത് തോയ ഭതേ പ്രരൂത, അവിടുത്തെ ശരീരത്തിൽ നിന്നും വെള്ളത്തിൽ വെച്ച് തന്നെ അങ്ങോട്ട് അങ്കുരിച്ചു വെച്ചാൽ അങ്ങ് മുളച്ചു വന്നു. വെള്ളത്തിൽ കിടന്നുറങ്ങുന്ന അങ്ങയുടെ വെള്ളത്തിൽ വെച്ച് തന്നെ പൊട്ടി വിരിഞ്ഞ് വളർന്ന് ഉയർന്നു വന്നതാണ് ഈ ദിവ്യപത്മം. ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി, വെള്ളത്തിന് വെളിയിലാണ് ഇപ്പോൾ ഈ ദിവ്യപത്മം ഉയർന്നു നിൽക്കുന്നത്. പരിതസ്ഫുരദ്ഭി സ്വാദാമഭി, നാലുപാടും ഉള്ള ഇരുട്ടങ്ങ് മാറി. മഹാപ്രളയത്തിൽ കുറ്റാക്കൂരി ഇരുട്ടാണല്ലോ. ഈ വിരാട് പുരുഷൻ്റെ നാഭിയിൽ നിന്നും ഉയർന്നു വന്ന ഈ താമരമൊട്ട് വെള്ളത്തിന് മീതി അങ്ങ് എത്തിയപ്പോൾ, വളർന്നു പൊങ്ങിയപ്പോൾ പരിസരത്തിലുള്ള ഇരുട്ടൊക്കെ പോയി, വെളിച്ചം പരന്നു, പ്രകാശം പരന്നു. ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി,
വെള്ളത്തിന് വെളിയിലേക്ക് ഉയർന്ന് പരിതസ്ഫുരർഭി സ്വാദാമപി 4 പാടും പ്രകാശിക്കുന്ന തൻ്റെ ദീപ്തി കൊണ്ട്, പ്രകാശം കൊണ്ട് ദ്വന്ദ്വം അലം നികൃന്തത്, ഇരുളിന് തീരെ നികൃന്തത്, ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞാൽ താമര വെള്ളത്തിന് മീതി അങ്ങോട്ട് പൊങ്ങി ഉയർന്നു, പ്രകാശം പരന്നു, എല്ലായിടത്തും വെളിച്ചം എത്തി. അപ്പം എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത്? ജഗൽകാരണഭൂതമായിട്ടുള്ള ഈ താമരമൊട്ട് അവിടുത്തെ ശരീരത്തിൽ വെള്ളത്തിൽ നിന്ന് തന്നെ അങ്കുരിച്ച് മുളച്ചു വന്ന് വളർന്ന് എപ്പോൾ ജലത്തിന് മുകളിലെത്തിയോ അപ്പോൾ ആ മഹാപ്രളയത്തിൻ്റെ ഇരുട്ടങ്ങ് മാറി എല്ലായിടത്തും പ്രകാശം പരന്നു. തദേദംബോരുഹകുട്മളം തേ കളേബരാത് തോയപദേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി സ്വാദാമഭേദ്വാന്തമലം നിഗന്ധാതന്യകൃന്തത്. അവിടെ ആവിർഭവിച്ചു. അങ്ങനെയാണ് ആ ഇരുളിനെ തീരെ അങ്ങ് ഓടിച്ച് ദൂരേക്ക് മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പ്രകാശം പരന്നു, ഇരുട്ട് മാറി പ്രകാശം വന്നു. ഈ ശ്ലോകം എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ജഗകാരണമായുള്ള താമരമോട്ട വീടുത്തെ ശരീരത്തിൽ നിന്നും മെല്ലെ അങ്കുരിച്ചല്ലോ. അങ്ങയുടെ ശരീരത്തിൽ നിന്നും ജഗൽകാരണഭൂതമായിട്ടുള്ള ആ താമരമൊട്ട് ഉത്ഭവിച്ചു, ഉണ്ടായി, മുളച്ചുയർന്നു പൊങ്ങി. തുടർന്നതു ജലത്തിനും പുറത്തേക്ക് ഉയരവേ, ജലത്തിൽ നിന്നും മുകളിലേക്ക് അത് ഉയർന്നു പൊങ്ങിയപ്പോൾ വെളിച്ചമായി കൂരിരുട്ടും ഇല്ലാതെയായി. മഹാപ്രളയമായിരുന്നപ്പോൾ കൂരിരുട്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പം പ്രകാശം വരുന്നു. ആ താമരമുട്ടാണപ്പോൾ പ്രകാശം കൊണ്ട് വന്നത്. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീരധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബോധാനഖില വേദരാശി. സംഭുല്ലപത്രേ നിതരാം വിചിത്രേ, വളരെ മനോഹരമായിട്ട് അത്ഭുതമായ വിധത്ത് ഇതൾ സംഭുല്ല പത്ര ഇതളുകളൊക്കെ വിരിഞ്ഞു ആ താമരപ്പൂവിൻ്റെ. ഭവദ്വീരധൃതേ തസ്മിൻ തരോജേ, അങ്ങയുടെ ആ യോഗ ഐശ്വര്യത്തിൻ്റെ ഉറപ്പിച്ച് നിർത്തപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ അപ്പോഴേക്കും തണ്ടോടുകൂടി അങ്ങോട്ട് ഉയർന്നു പൊങ്ങിയ താമരമുട്ടങ്ങോട്ട് വിടർന്ന് വിലസി, അങ്ങനെ നല്ല പ്രകാശം പരന്നു. അപ്പോൾ അതങ്ങോട്ട് നിർത്തി പൂവായി വിടർന്ന് ഇതളുകളൊക്കെ വ്യക്തമായി അങ്ങോട്ട് വിടർന്ന് നിന്നു. സ്വയം പ്രബോധാകില വേദരാശി, ഈ വേദസമൂഹത്തോടു കൂടിയ സ്വയം പ്രകാശിച്ച വേദസമൂഹത്തോടു കൂടി പത്മജന്മാവിധി ആവിരാസീത്, അവിടെ വെച്ച് ആ താമരപ്പൂവിൽ പത്മജന്മ, താമരപ്പൂ ജന്മം നൽകുന്നതായിട്ടുള്ള വിധി ബ്രഹ്മാവ് ആവിരാസീത്, ആവിർഭവിച്ചു എന്ന് വെച്ചാൽ അവതരിച്ചു. അപ്പം വിരിഞ്ഞു നിൽക്കുന്ന ഇതളുകൾ, മനോഹരമായ ഇതളുകൾ വിരിഞ്ഞു നിൽക്കുന്ന ആ താമരപ്പൂവിൽ ഇപ്പോൾ പത്മഭൂജാതനായ ബ്രഹ്മാവ് അവതരിച്ചു. ബ്രഹ്മാവിൻ്റെ അവതാരമാണ് ഇപ്പോൾ കണ്ടത്. ഈ ഇതളുകൾ വിടർന്ന് അത്യത്ഭുതവും അങ്ങയുടെ യോഗൈശ്വര്യത്തിൽ ഉറപ്പിച്ചു നിർത്തപ്പെട്ടതുമായിട്ടുള്ള താമരപ്പൂവ് സ്വയം പ്രകാശിച്ച് വേദസമൂഹത്തോടു കൂടിയ ആ പത്മസംഭവനായ ബ്രഹ്മാവ് അവിടെ അവതരിച്ചു, ആവിർഭവിച്ചു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്.
സംഭുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീരധൃതേ സരോജേ സപത്മജന്മ വിധിരാവിരാസീത്. പത്മജന്മ, പത്മത്തിൽ ഭൂജാതനായ വിധി ബ്രഹ്മാവ് ആവിരാസീത് ജന്മമെടുത്തു, അവതരിച്ചു. സ്വയം പ്രബുദ്ധാഖില വേദരാശി. ബ്രഹ്മാവിൻ്റെ അവതാരമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇതളുകൾ വിടർന്നോര അത്യത്ഭുത ദിവ്യപത്മം യോഗേശ്വര ശക്തിയതിൽ ഉറച്ചു നിൽക്കേ. ഈ ഇതളുകളൊക്കെ വിടർന്ന് മനോഹരമായ അത്യത്ഭുതമായ ദിവ്യപത്മം അങ്ങനെ യോഗേശ്വരൻ്റെ പൊക്കിൾ കുടിയിൽ അങ്ങനെ ഉറച്ചു നിന്നപ്പോൾ സ്വയം പ്രകാശിതമായ വേദ സമൂഹവുമായി, തന്നെത്താൻ പ്രകാശിക്കുന്ന വേദസമൂഹവുമായിട്ട് ബ്രഹ്മദേവൻ ഭക്തിപൂർവം ആവിർഭവിച്ചു. ബ്രഹ്മദേവൻ അവിടെ ആവിർഭവിച്ചു, അവതരിച്ചു, പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയാം. അടുത്ത ഒരു ശ്ലോകം കൂടെ ഈ ദശകത്തിലുണ്ട്, അതുകൂടി പറയുകയാണ്. ഈ ശ്ലോകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഏത് ഭാഗവതാചാര്യന്മാരും ഭാഗവതത്തോടനുബന്ധിച്ചുള്ള പാരായണത്തിൽ ഭാഗവതം വായിക്കുമ്പോൾ പറയും, നാരായണീയത്തെ പറ്റിയും പ്രശംസിക്കും. ഭാഗവതത്തിൻ്റെ കാച്ചിക്കുറുക്കിയെടുത്ത സത്താണല്ലോ നാരായണീയം. ഈ 8ാമത്തെ ദശകത്തിലെ അവസാനത്തെ 13ാമത്തെ ശ്ലോകം എല്ലാവിധ രോഗങ്ങളും മാറുന്നതിന് വേണ്ടി ഗുരുവായൂരപ്പനോടുള്ളൊരു പ്രാർത്ഥന. ഈ ശ്ലോകം നിത്യം പറയുക, നിത്യം ഒന്ന് ചൊല്ലുകയാണെങ്കിൽ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടും എന്നാണ് ഭക്തജനങ്ങളോട് ആചാര്യന്മാരൊക്കെ ഉത്ബോധിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ, 8ാമത്തെ ദശകത്തിൽ 13ാമത്തെ ശ്ലോകം. നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഈ ശ്ലോകം 3 പ്രാവശ്യം വായിക്കാറ് പതിവുണ്ട്. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമേത്തമോത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശി നിരുന്തി വാധാലയവാസ വിഷ്ണു. എന്താ പറയുന്നത്? നനു പരാത്മൻ, അസ്മിൻ പരാത്മൻ നനു പാത്മകൽപ്പേ. പാത്മകൽപ്പം എന്ന് പറഞ്ഞാൽ ഈ പത്മകൽപ്പത്തിൽ ബ്രഹ്മകൽപ്പം കഴിഞ്ഞു. പത്മകൽപ്പത്തിൽ പരബ്രഹ്മസ്വരൂപനായ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ വിഷ്ണു, ഈ പത്മകൽപ്പത്തിൽ ഇത്തം മുത്താപിത പത്മയോനി, ഇപ്രകാരം ബ്രഹ്മാവിനെ ആവിർഭവിപ്പിച്ചവൻ, അവതരിപ്പിച്ചവൻ, ജന്മമെടുപ്പിച്ചവൻ, താമരപ്പൂവിലെ ഭൂജാതനായി ബ്രഹ്മാവിന് ജന്മം നൽകിയ അല്ലയോ ശ്രീ ഗുരുവായൂരപ്പ എന്നാണ്. അനന്തഭൂമ, അപരിച്ഛിന്ന മഹാത്മ്യശാലിയായ അവിടുന്ന്, അതായത് അന്തമില്ലാത്ത മഹാത്മ്യമുള്ള അവിടുന്ന്, മമ രോഗരാശിം നിരുന്ധി. നിരുന്ധി എന്ന് പറഞ്ഞാൽ നിവാരണം ചെയ്താലും ഇല്ലാതാക്കിയാലും, മമ രോഗരാശി എൻ്റെ രോഗങ്ങളെല്ലാം ഇല്ലാതാക്കിയാലും, ബ്രഹ്മാവിന് ജന്മം നൽകിയ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് എൻ്റെ എല്ലാ രോഗങ്ങളും ശമിപ്പിക്കണേ, ഇല്ലാതാക്കി തരണേ. അതാണ് പ്രാർത്ഥന. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ, പത്മകൽപ്പത്തിൽ ബ്രഹ്മാവിന് ജന്മം നൽകിയ ത്വമിത്തമോത്ഥാപിത പത്മയോനി, താമരപ്പൂവിൽ ബ്രഹ്മാവിന് ജന്മം നൽകിയ അനന്തഭൂമാ, മഹാത്മ്യങ്ങൾക്ക് അറ്റമില്ലാത്ത അല്ലയോ അനന്തഭൂമാ, മമ രോഗരാശി എൻ്റെ രോഗങ്ങളെല്ലാം തന്നെ നിരുന്ധി, വേരോടെ അങ്ങോട്ട് അറുത്ത് കളയണം, മാറ്റിത്തരണേ. വാതാലയവാസ വിഷ്ണു. വാതാലയം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ, ഗുരുവും വായുവും ചേർന്ന സ്ഥലമാണ് ഗുരുവായൂർ. വാതാലയം എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ ഒക്കെ ഒരു ആവാസ കേന്ദ്രമായ വാതാലയവാസ, വാതാലയത്തിൽ വസിക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ. വാതാലയവാസ വിഷ്ണു
വിഷ്ണു, വാതാലയത്തിൽ വസിക്കുന്നല്ലയോ വിഷ്ണു എൻ്റെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരണേ. തസ്മിൻ അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേ ത്വമിത്തമുത്താപിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശി നിരുന്തി വാതാലയ വാസവൃഷ്ണോ. ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. പരബ്രഹ്മസ്വരൂപനാം ഗുരുവായൂരപ്പ ദേവ, പരബ്രഹ്മസ്വരൂപനായ ഗുരുവായൂരപ്പ ദേവ, പരമമാം തൃപ്പാദത്തിൽ നമിച്ചിടുന്നേ. ഞാൻ അവിടുത്തെ പരമമായ ആ തൃപ്പാദത്തിൽ ഞാൻ നമിക്കുന്നു. അത്യത്ഭുതമാഹാത്മ്യത്തിനുറവയാം ഭഗവാനേ, അതായത് അവിടുത്തെ ശരീരത്തിൽ നിന്നും മുളച്ച് പൊങ്ങി വന്ന താമരപ്പൂവിൽ ഭൂജാതനായ ബ്രഹ്മാവിന് ജന്മം നൽകിയ അല്ലയോ ആ മഹാത്മാവേ, ഉറവയാം മഹാത്മാവേ, അത്ഭുതങ്ങൾക്കുറവയായ ഭഗവാനെ, അടിയൻ്റെ രോഗങ്ങളെ തീർത്തു തരണേ, എൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ നമുക്ക് 8ാമത്തെ ദശകം പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് 9ാമത്തെ ദശകമാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയും. ഇപ്പോൾ ഇതുവരെ ഇവിടെ പറഞ്ഞ എല്ലാവിധ സത്പദങ്ങളും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ നന്മ വരുത്തട്ടെ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.